അജ്രക് ട്രഡീഷണൽ ആയിട്ടുള്ള നാച്ചുറൽ ഡൈയിൽ ഏറ്റവും അധികം ഭംഗിയായിട്ട് ഫാബ്രിക്കിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് അജ്രക് എന്ന് പറയുന്നത്. കൈകൊണ്ട് ചെയ്യുന്ന അജ്രക് ഹസ്തകല കാറ്റഗറിയിലാണ് വരാറുള്ളത്. ഇന്ന് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള അജ്രക്കിൽ വന്നിട്ടുള്ള 2 ഡിഫറെൻറ്റ് കളേഴ്സ്, ഒന്ന് കശിഷിൻ്റെ കളറും ഒന്ന് ഇൻഡിഗോയുടെ കളറിലുമാണ് ഈ സാരി വന്നിട്ടുള്ളത്. നമുക്ക് ഇന്ന് ആ സാരി 2 ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. ഫസ്റ്റ് വൺ ഞാൻ ഡ്രേപ്പ് ചെയ്തിരിക്കുന്നത് കശിഷിൻ്റെ കളർ, അതായത് ബ്രൗൺ കളറിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. ബേജും ബ്രൗണും അതിൻ്റെ കൂടെ ഇൻഡിഗോയുടെ കോമ്പിനേഷനും കൂടെ ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സാരിയാണ് ഞാൻ ഡ്രേപ്പ് ചെയ്തേക്കുന്നത്. സമ്മർ ടൈമിൽ ഡേ ഫംഗ്ഷൻ ആണെങ്കിലും ഈവനിങ് ഫംഗ്ഷൻ ആണെങ്കിലും വളരെ സ്റ്റൈലിഷ് ആയിട്ടും നല്ല ഫിഗർ ഹഗ്ഗിങ് ആയിട്ടും ബോഡി ഷേപ്പോട് കൂടിയിട്ടും ഇൻഡിവിജ്വൽ ജ്വല്ലറീസിൻ്റെ കൂടെയും സ്റ്റൈലിംഗ് ജ്വല്ലറീസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ് ഈ സാരി. ഇതിൻ്റെ പല്ലുവിൻ്റെ പോർഷനും അതേപോലെ തന്നെ അതേ കോമ്പിനേഷനിൽ തന്നെ ഒരു 3D ഇഫക്റ്റിൻ്റെ പ്രിൻറ്റിങ് പാറ്റേൺ, ഇതെല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തതാണെന്ന് കാണുമ്പോഴാണ് അതിനകത്ത് ഏറ്റവും ആ ഒരു ഭംഗിയുടെ ലുക്ക് വരുന്നത്. ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിനകത്തുള്ള ഏകദേശം 4x4 ബ്ലോക്സ് വെച്ചിട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് എൻ്റെ പല്ലുവിൻ്റെ ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ അതിൻ്റെ മുന്താണിയുടെ പോർഷനിലും ആ ഹാങ്ങിങ് ആയിട്ടുള്ള ഫ്ലോറൽ ഡിസൈൻസ്, അജ്രക്കിൻ്റെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഹാങ്ങിങ് ആയിട്ടുള്ള ഫ്ലോറൽ ഡിസൈൻസും വന്നിട്ടുണ്ട്. ഇതുപോലെ ബോഡിയിൽ ഒരേ പ്രിൻറ്റിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗ്യാപ്പിൽ ചെയ്യുന്നതിന് അവർ പറയുന്നത് മക്കി പ്രിൻറ്റിംഗ് എന്നാണ്. അതായത് ഈച്ച വന്നിരിക്കുന്നത് പോലെ കുഞ്ഞു കുഞ്ഞായിട്ടുള്ള ബൂട്ടകൾ വന്നിരിക്കുന്നതിനാണ് അങ്ങനെ വിളിക്കുന്നത്. അപ്പം അതുപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫസ്റ്റ് സാരിയാണ് നമ്മൾ കണ്ടത്. ഇതിൻ്റെ കോഡ് വന്നേക്കുന്നത് TOT 126 എന്ന കോഡിലാണ് കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നതും ഇതേപോലെ തന്നെ ഈ പല്ലുവിൻ്റെ പോർഷനിൽ വന്നേക്കുന്ന 3D ഇഫക്റ്റിനകത്ത് വന്നിട്ടില്ല, അതേപോലത്തെ ബ്ലൗസ് പീസ് ആട്ടോ എൻ്റെ കൂടെ വന്നേക്കുന്നത്. ഇതിൻ്റെ കോഡ് വന്നേക്കുന്നത് ഞാൻ നേരത്തെ 128 എന്നാണ് തോന്നുന്നു പറഞ്ഞത്, 129 എന്നാണ് ഇതിൻ്റെ കോഡ് വന്നേക്കുന്നത്. ആൻഡ് പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 5299 ആണ്, 5299 ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് സാരി. അപ്പറിലും ലോവറിലും ഒരേപോലത്തെ തന്നെ ബോർഡർ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വന്നേക്കുന്നത് നമ്മുടെ എല്ലാവർക്കും എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻഡിഗോയിലാണ്. ഇൻഡിഗോയിലും ഇതേപോലെ തന്നെയുള്ള അജ്രക്കിൻ്റെ ട്രഡീഷണൽ അജ്രക്കിൻ്റെ ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നത്. റണ്ണിങ് ആയിട്ടുള്ള ബ്ലൗസും ഒക്കെ ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മൾ കണ്ടിട്ടുള്ള പാറ്റേൺ തന്നെയായിരിക്കും, എങ്കിലും മൊഡാൽ സിൽക്കിൽ വരുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ പ്രത്യേക ഭംഗിയാണ്. ഇതിൻ്റെ തന്നെ നമ്മുടെ DNനകത്ത് ഒത്തിരി അജ്രക്കിൻ്റെ കുർത്തീസൊക്കെ നമുക്ക് അവൈലബിൾ ആണെങ്കിലും ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് തന്നെ ആ ട്രഡീഷണൽ ജോമെട്രിക്കൽ പാറ്റേൺ, അജ്രക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം കടന്നു വരുന്ന ട്രഡീഷണൽ ജോമെട്രിക്കൽ പാറ്റേൺ ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. കാരണം ഫുൾ സാരി ഇങ്ങനെയാണ് വന്നേക്കുന്നത് കേട്ടോ. ഡ്രേപ്പ് ചെയ്ത ഫോട്ടോ വെബ്സൈറ്റിലുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയും. ഞാനത് ഉടുത്ത് നിൽക്കുമ്പോഴൊക്കെ ഇച്ചിരി കൂടെ നമുക്കൊരു ട്രിം ഫീൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതാണ് എൻ്റെ ഫുൾ സാരിയുടെ ലുക്ക്. ആൻഡ് പല്ലുവിൻ്റെ പോർഷൻ കണ്ടോ, ആ ഒരു 3D ഇഫക്റ്റിൽ വന്നേക്കുന്ന പല്ലു ഡീറ്റെയിലിങ്ങും അതിനകത്ത് ട്രഡീഷണൽ ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേൺ തന്നെയാണ് വന്നേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബ്ലൗസിനൊരു പ്രത്യേകതയുണ്ട്, ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിട്ട് ടൈ ആൻഡ് ഡൈയുടെ ലുക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. അപ്പം ഈ 2 സാരീസും റെഡി ഫോർ ഡെസ്പാച്ച് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. TOT 129, പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 5299. ചെക്ക് ഇറ്റ് ഔട്ട് അറ്റ് അവർ വെബ്സൈറ്റ് www.aham.store. സിമിലർ ലുക്കിൽ വന്നിട്ടുള്ള 2 കളക്ഷനാണ് കേട്ടോ. 2 ഫാബ്രിക് ബേസിനകത്ത് വ്യത്യാസമുണ്ട്, പക്ഷേ പ്രിൻറ്റിൻ്റെ ലുക്ക് സിമിലർ ആയതുകൊണ്ട് ഞാൻ ആ 2 കോമ്പിനേഷൻസ് ഒരുമിച്ച് കാണിച്ചു തരാൻ വിചാരിച്ചു. നല്ല ഡാർക്ക് ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലുക്ക് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നതും പിന്നെ ഈ ഒരു സെക്കൻഡ് ഷെയ്ഡ് സെയിം ഇതിൻ്റെ തന്നെ കാന്ത എംബ്രോയിഡറി മിറർ വർക്ക്, റിയൽ മിറേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഹൈലൈറ്റ്. ഇപ്പോൾ മസ്ലിൻ ഫുൾ മസ്ലിനിൽ വന്നിരിക്കുന്ന ഒരു സെറ്റാണ് കേട്ടോ. ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് സെയിം പാറ്റേണിൻ്റെ സെക്കൻഡ് കളർ വേരിയേഷൻ ആണത്. ആൻഡ് നെക്സ്റ്റ് ലുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു സ്ലബ് മെറ്റീരിയലിലാണ്, പക്ഷേ ഇത് നെക്ക് ലൈൻ ഇസ് വെരി സിമിലർന്നേ ഉള്ളൂ, സെയിം അല്ല. ആ ഒരു മിറർ ഡീറ്റെയിൽ വരുന്നുണ്ട്. അതൊരു ഫ്ലാറ്റ് കോളർ വിത്ത് ടൈപ്പ് ഒരു ഡോറി ഡീറ്റെയിൽ കൊടുത്ത് വന്നേക്കാണ്. സ്ലബ് ഫാബ്രിക്കിൻ്റെ അത് സെയിം ലുക്ക്, ഒരു ഫോയിൽ പ്രിൻറ്റഡ് വരുന്നുണ്ട്. പ്രിൻ്റൊക്കെ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഫോട്ടോസ് നമുക്ക് വെബ്സൈറ്റ് കയറി നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. 2 പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് 1699 ആൻഡ് ദിസ് ഇസ് 1399. അപ്പോൾ ഇത് ഫുൾ മസ്ലിൻ്റെ സെറ്റാണ്. ഇതിനകത്ത് നമുക്ക് ഷിഫോൺ ദുപ്പട്ടയും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആൻഡ് സ്ലബ് മെറ്റീരിയലിൽ തന്നെയാണ് ഇതിൻ്റെ ബോട്ടവും ടോപ്പും വന്നിരിക്കുന്നത്. നമുക്കിനി ഓരോന്ന് ഓപ്പൺ ചെയ്തൊന്ന് കാണാം കേട്ടോ. ഇതാണ് എൻ്റെ ഫസ്റ്റ് ലുക്ക്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ ഒരു ക്ലിപ്പ് നമുക്കിതിനകത്ത് നമ്മൾ വെയർ ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു ഡീറ്റെയിലും കൂടെ ഇട്ടേക്കാം. സോ യു കൻ ഫിഗർ ഇറ്റ് ഔട്ട് ഹൗ ഇറ്റ് ലുക്ക് എന്നുള്ളത്. സോ ദിസ് ഇസ് ദി നെക്സ്റ്റ് ഡീറ്റെയിൽ. അപ്പോൾ ഇതിൻ്റെ ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഒരു ഇന്ത്യൻ ഫ്ലോറൽ ഡിസൈൻ, അതിനകത്ത് അപ്പർ പോർഷൻ വരേക്കും ആ ഒരു ഏകദേശം ഒരു യോക്ക് പോലെ ഒരു 14 ഇഞ്ച് വരേക്കും ഹൈലൈറ്റ്സ് വരുന്നുണ്ട് വിത്ത് മിറർ വർക്ക്.
ആൻഡ് ഫ്ലോറൽസിനെയും ഹൈലൈറ്റ് ചെയ്യാൻ റിയൽ മിറേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു UV നെക്ലൈൻ പാറ്റേൺ 3/4 സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് ബാക്ക് ഇലാസ്റ്റിക് ആൻഡ് ഫ്ലാറ്റ് ഫ്രണ്ട് ഫിനിഷ്ഡ് ആയിട്ട് വന്നിട്ട് സ്ട്രൈപ്പ് ലുക്കാണ് കൊടുത്തേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ട എഡ്ജ് നമുക്ക് ആ ഒരു ഡാർക്ക് ടോണിലും സെൻറ്റർ പോർഷനിലോട്ട് വരുമ്പോഴത്തേക്ക് ബേജ് ഷെയ്ഡിലും ആയിട്ടുള്ള പ്രിൻറ്റഡ് ഡിസൈനിൽ വരുന്ന ദുപ്പട്ട. സോ അതാണ് അതിൻ്റെ 2 കളർ വേരിയേഷൻ. ഞാൻ വേറെ ചെയ്തേക്കുന്നതിൻ്റെ കളർ വേരിയേഷൻ വരുന്നത് ബ്രൗൺ ആൻഡ് പീകോക്ക് ഡാർക്ക് പീകോക്ക് ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള ലുക്ക്. അപ്പം നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ പ്രിൻറ്റ് ഇസ് വെരി നൈസ്. ലിങ്ക്ഡ് ആയിട്ടുള്ള ചെയിൻ ലുക്ക് പോലെയുള്ള അതൊരു വെർട്ടിക്കൽ പാറ്റേൺ തന്നെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഫ്ലാറ്റ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇലാസ്റ്റിക്. ആൻഡ് ദ ടോപ്പ് ലുക്സ് ലൈക്ക് ദിസ് വൺ. ഇതിനകത്ത് ഒരു ലൈറ്റ് ഫീലിൽ നമുക്ക് കാഷ്വലായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. പാർട്ടി അങ്ങനെയല്ല, ഒക്കേഷണൽ വെയർ എന്ന് പറയുമ്പോഴത്തേക്ക് ലൈറ്റ് ഒക്കേഷൻസ് ഫാമിലി ഗെറ്റ് ടുഗദേഴ്സ് പോലെയൊക്കെ വെയർ ചെയ്യാൻ നല്ലതാണ്. ടൈ അപ്പ് വരുന്നുണ്ട്. ആൻഡ് ഫ്ലാറ്റ് കോളർ ഡീറ്റെയിൽ വന്നിട്ട് ചെറിയൊരു വി പാറ്റേൺ ആൻഡ് കാന്തയുടെ ഡീറ്റെയിൽ തന്നെയാണ് ഫുൾ അതിനകത്ത് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് സ്റ്റോൺ സ്റ്റഡഡ് ആയിട്ട് വന്നിരിക്കുന്ന ലുക്കും കൂടെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ബോട്ടം. ആൻഡ് ദെൻ ദുപ്പട്ട വന്നിരിക്കുന്നത് സെയിം ഫാബ്രിക്കിൻ്റെ പാനൽ കൊടുത്തിട്ടുള്ള ഫിനിഷിങ് വരുന്ന ഷിഫോൺ ദുപ്പട്ടയാണ്. 1399 റേഞ്ചിൽ ഫുള്ളി സ്റ്റിച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്ന സൽവാർ സെറ്റാണ്. ദിസ് ഇസ് SW അല്ല AVP 123 ആണ് അതിൻ്റെ കോഡ് വരുന്നത്. ഞാൻ വേറെ ചെയ്തിരിക്കുന്നതിൻ്റെ കോഡ് ABP 115 ആണ് കേട്ടോ, 1699 റേഞ്ചിൽ. So next shade, that was navy, midnight blue shade, and then this one is maroon. Kanda highlight, stone studded, mirror work detailing kuda aayittulla combination. So this is the bottom and this is the dupatta. ABP 115. അപ്പോൾ നമുക്ക് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ആ ഒരു ക്ലിപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഓൾറെഡി നിങ്ങൾ കണ്ടു കാണും. 2 പ്രൈസ് റേഞ്ചിൽ ഒരു സിമിലർ പാറ്റേൺ, പക്ഷേ ഇറ്റ്സ് മെറ്റീരിയൽ വൈസും ഒക്കെ ഡിഫറൻസസ് വരുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഗിവ് ഇറ്റ് എ ട്രൈ. പ്രിന്റഡ് ചന്തേരി സാരിക്കകത്ത് നമ്മൾ 3 കളർ കോമ്പിനേഷനകത്ത് സ്റ്റാൻഡേർഡ് ഡിസൈനാണ് കേട്ടോ. നമുക്കിത് എനിക്ക് തോന്നുന്നു ഈ ഒരു മെറ്റീരിയൽ ബേസ് ഇസ് ഓൾസോ വെരി സോഫ്റ്റ് ചന്തേരി സിൽക്കിനകത്ത് വന്നിട്ടുള്ള 3499 റേഞ്ചിൽ വരുന്ന നല്ല ഭംഗിയുള്ള സാരീസാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ബോർഡർ പാറ്റേൺ ആണ് പിന്നെ ഇതിൻ്റെ അകത്ത് നല്ല രസമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആ ഒരു കാന്ത സ്റ്റിച്ച് ലൈൻസിൻ്റെ ആ ഒരു ഡീറ്റെയിൽ കൊടുത്ത് ഫിനിഷ് ചെയ്തേക്കാണ്. ആൻഡ് ഇത് മെഷീൻ കാന്തയാണ് കേട്ടോ. അതിൻ്റെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ അറിയാൻ പറ്റും. നമുക്ക് ഇതിനകത്ത് ചെയിൻ സ്റ്റിച്ച് വെച്ച് ഫിനിഷ് ചെയ്തേക്കുന്ന മെഷീൻ കാന്തയാണ്. ആൻഡ് ചന്തേരി ചന്തേരിയുടെ ട്രേഡ് മാർക്ക് ആയിട്ടുള്ള ആ ഒരു സ്മോൾ സെറി ബോർഡറും ഇതിനകത്ത് വന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് 3 കളേഴ്സ്. ഇത് പ്രിന്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്ക്രീൻ പ്രിന്റിൽ ചെയ്തേക്കാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ 3 കളേഴ്സ്. ഒന്ന് ഒരു നല്ലൊരു ഗോൾഡൻ മസ്റ്റാർഡ് യെല്ലോ ആൻഡ് മറൂൺ ഷെയ്ഡ് ആൻഡ് ദെൻ വി ഹാവ് എവ്രിവൺസ് ഫേവറേറ്റ് ബ്ലാക്ക്. ആൻഡ് ഈ കളേഴ്സ് 3ഉം നമുക്ക് എല്ലാവർക്കും ചേരുന്ന കളേഴ്സുമാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. ഇന്ത്യൻ ടോണിന് പെർഫെക്റ്റ് ആയിട്ടുള്ള 3 ഷെയ്ഡ്. അപ്പോൾ ഇന്ത്യൻ കളേഴ്സ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഷെയ്ഡ്സിന് ചേരുന്ന കളേഴ്സ് തന്നെ നമ്മൾ ചെയ്ത് വരുള്ളൂ. അപ്പോൾ ഇതെല്ലാം അങ്ങനത്തെ വന്നിരിക്കുന്ന കളേഴ്സാണ്. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടോളർ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സ്ട്രൈപ്പ് ലുക്ക് കൊടുത്തിട്ടാണ് അതിൻ്റെ ഒരു പ്രിൻ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഫ്ലോറൽസും സ്ട്രൈപ്സിൻ്റെ ആ ഒരു കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ആ ഒരു വെർട്ടിക്കൽ പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ട്. യു ലുക്ക് ടോളർ ആസ് വെൽ. ഉടുക്കുമ്പോഴത്തേക്ക് നല്ല ഫിഗറി ആയിട്ടും ഷേപ്പിലും ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതുമാണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ പല്ലുവിലും ഈ ഒരു കാന്ത ഡീറ്റെയിൽസ് കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത് ഈ ഒരു സ്ട്രൈപ്പ് ലുക്കിലാണ് കൊടുത്തിരിക്കുന്നത്. 3499 റേഞ്ച് RGD 143 എന്ന കോഡിലാണത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ നെക്സ്റ്റ് ബ്ലാക്ക് ഓപ്പൺ ചെയ്ത് കാണാം. അതിൻ്റെ ഒരു ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് കേട്ടോ. നല്ല രസമുണ്ട്. സോഫ്റ്റ് മെറ്റീരിയലാണ്, നല്ല ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയലാണ്. കൊടുക്കാൻ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അത്. ആൻഡ് ഇത് 9 to 5 ആണെങ്കിലോ നമുക്ക് വർക്ക് വെയറിനാണെങ്കിലോ ഒക്കെ നല്ലതാണ്. ബ്ലാക്കിൻ്റെ ബ്ലൗസിൻ്റെ ലുക്ക് വരുന്നത് എന്താണ്? ബ്ലൗസിൻ്റെ ലുക്ക് വരുന്നത് സോളിഡ് ആയിട്ട് ഇതിനകത്ത് വന്നേക്കുന്നത് കേട്ടോ.
ബ്ലാക്ക് സോളിഡ് ആയിട്ട്. അപ്പോൾ ചന്തേരിയാണ്. അപ്പോൾ വിതൗട്ട് പ്രിന്റ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ചെറിയൊരു ട്രാൻസ്പെറൻറ്റ് ഫീൽ തോന്നും. പക്ഷെ നമുക്ക് ഉടുത്ത് കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആകത്തില്ല കേട്ടോ. ഒരു ബോഡി പോർഷൻ അപ്പർ പോർഷൻ നമുക്ക് വരുമ്പോഴത്തേക്ക് തീരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് അതിൻ്റെ അകത്ത് വരുന്നില്ല. നിങ്ങൾക്ക് ഇപ്പം ബ്ലൗസിനകത്ത് ഇപ്പം നെക്ക് ലൈനിലുള്ള വർക്കൊന്നും അടിയിലൊന്നും കാണാനൊന്നും പറ്റത്തില്ല കേട്ടോ. നല്ല നീറ്റായിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഫിഗറി ആയിട്ട് ഒതുക്കി കൊടുക്കാൻ പറ്റുന്ന സാരിയാണ്. ബ്ലാക്ക് ആൻഡ് ദെൻ we have മറൂണിൻ്റെ ലുക്ക്. മറൂണിലെ സ്ട്രൈപ്സ് ഉണ്ട്. ബ്ലാക്കിൽ അങ്ങനെ നമുക്ക് അത് എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റാത്തത് കൊണ്ട് ബ്ലാക്കിൻ്റെ അകത്ത് നമുക്ക് ഏകദേശം ഒരു സോളിഡ് ലുക്ക് തന്നെ വരുള്ളൂ. അതിൻ്റെ മറൂൺ ഷെയ്ഡ് ഒരു കുങ്കുമത്തിൻ്റെ പോലത്തെ ഒരു മറൂൺ ഷെയ്ഡാണ് കേട്ടോ. അതിനകത്തും ഈ ഒരു സെയിം ഫ്ലോറൽസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സെയിം തന്നെയാണ് സ്ക്രീൻ പ്രിൻറ്റിൽ ചെയ്തേക്കുന്നത്. ആ ഒരു ലീഫ് പാറ്റേണിൻ്റെ ഒരു സ്ട്രൈപ്പ്, സോളിഡ് സ്ട്രൈപ്പ് ആൻഡ് കുറച്ചൊരു ഫ്ലോറൽ വൈൻ ലുക്ക് കൊടുത്തിട്ടുള്ള ഒരു വെർട്ടിക്കൽ പാറ്റേണും ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ RGD ഇത് നമുക്ക് റെഡി ടു ഡിസ്പാച്ച് ആണ്. നമ്മൾ ലിമിറ്റഡ് സ്റ്റോക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇൻ കേസ് നമുക്കിപ്പോൾ കൂടുതൽ നമ്പേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടൈം ഫ്രെയിം ഉണ്ടെങ്കിൽ വി ക്യാൻ ഗെറ്റ് ദിസ് ഡൺ ആസ് വെൽ. അപ്പോൾ അതിന് നമ്മുടെ കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്താൽ മതി. RGD 143 ആൻഡ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 3499.